നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ ഒരു ന്യൂസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ മുൻപ് നടന്നു വന്നിരുന്ന ഒരു രാഷ്ട്രീയ ഇതിഹാസത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് കലയപുരം അൻസാരി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പാലോട് മണ്ഡലം പ്രസിഡന്റിനെ കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കന്മാരെന്ന് നടിച്ചു നടക്കുന്ന കോൺഗ്രസ് ഇവരുടെ കൈകളിലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് പേര് വെല്ലുവിളിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അന്ന് കോൺഗ്രസ് വിട്ടുപോവുകയും ഇന്ന് CPM-ലേക്ക് ചേക്കേറുകയും ചെയ്ത ശ്രീ കലയപുരം അൻസാരി. അന്ന് കോൺഗ്രസിന് പറ്റിപ്പോയ ഒരു പാളിച്ചയെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. 10 തലയുണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലയപുരം അൻസാരി ഒരു തല ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൻ്റെ സ്വന്തം വാർഡിലെ പ്രവർത്തനങ്ങൾ നോക്കുകയും ബാക്കി 9 വാർഡിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലെക്സുകൾ അടിച്ച് ആ സ്ഥാനാർത്ഥിമാരുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ബാക്കി 9 സ്ഥാനാർത്ഥിമാരെ കൂടി ജയിപ്പിച്ചുകൊണ്ട് പാർട്ടിയെ കരകയറ്റാൻ, പാർട്ടിയെ നന്നാക്കാൻ, പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു കലയപുരം അൻസാരി. അദ്ദേഹത്തിന് സംഭവിച്ചതൊക്കെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം. രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് വിളിക്കുകയും അനാവശ്യമായി സംസാരിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി. 2.5 വർഷക്കാലം ഈ പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള ആ ബാക്കി വരുന്ന 2.5 വർഷക്കാലം ഈ പറഞ്ഞ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കലയപുരം അൻസാരിയും കൂടെയുള്ള പന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിമു മടത്തറ ഉൾപ്പെടെയുള്ളവർ പാർട്ടി മാറിപ്പോയി CPM-ലേക്ക് പോവുകയും CPM-ൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. വൻ ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത്. അത് കാരണം കോൺഗ്രസിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇവർ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് അതിനേക്കാൾ ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാരെ, പ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, പൊതുപ്രവർത്തകരെ ജനം അംഗീകരിക്കുന്നുണ്ട്. ആ ജനത്തിൻ്റെ അംഗീകാരത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ മദ്യപിച്ച് മതോന്മുക്തന്മാരായിട്ട് ഈ പറഞ്ഞ കലയപുരം അൻസാരിയെയും അദ്ദേഹത്തിൻ്റെ അന്ന് വാർഡ് മെമ്പറായിരുന്നു, അന്ന് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനൈസ അൻസാരി ഉള്ളവരെ ഉൾപ്പെടെ അപമാനിക്കുകയും ചീത്ത വിളിക്കുകയും അസഭ്യവർഷം പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. കോൺഗ്രസ് പുനർചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീമാൻ പാലോട് രവി പറഞ്ഞ വാചകം അദ്ദേഹത്തിന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടാകും. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന വലിയ ഒരു പ്രശ്നത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സംസാരിച്ചു അദ്ദേഹം. പക്ഷേ പറഞ്ഞത് നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് സത്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ എന്നെ എത്രയോ തവണ അവൻ ചീളാണ്, അവൻ ചീപ്പാണ്, അവൻ പോട്ടെ, അവനൊരു പ്രസക്തിയുള്ള ആളല്ല, അവനൊരു വിലയുമില്ല എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമാണ് ഇന്ന് കോൺഗ്രസിന് ഇവിടെ നടക്കുന്ന അധപതനം. കഴിഞ്ഞ ദിവസം കൊച്ചുകരിക്കവൻ നൗഷാദ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. കൊച്ചുകരിക്കൻ നൗഷാദ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച്, കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞ ദിവസം CPM-ലേക്ക് ചേക്കരുത്. എന്തുകൊണ്ടാണ് പോയതെന്ന് ഇവർ മനസ്സിലാക്കണം. കോൺഗ്രസിനുള്ളിൽ നിന്ന് ഓരോരുത്തർ പിരിഞ്ഞു പോകുമ്പോൾ കോൺഗ്രസ്സുകാർ സന്തോഷിക്കുകയാണ്. ഇനി അടുത്ത ഒരാളും കൂടി സീറ്റ് ക്ലെയിം ചെയ്ത് വരില്ലല്ലോ, എൻ്റെ സ്ഥാനം പോകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വരും. പക്ഷേ അതല്ല ശരി, കോൺഗ്രസ്സുകാരാണ്, അതല്ല ശരി. വരട്ടെ, ആരാണെങ്കിലും നമ്മുടെ പാർട്ടിയിലേക്ക് വരട്ടെ. നമ്മുടെ പാർട്ടിയിലേക്ക് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ആരെങ്കിലും കുടുംബക്കാരെ കെട്ടിച്ചു കൊടുക്കാനല്ല പാർട്ടിയിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് സ്വഭാവശുദ്ധിയും മറ്റൊന്നും നോക്കണ്ട. സ്വഭാവശുദ്ധി അവരവർ കാത്തു സൂക്ഷിച്ചാൽ അവരവർക്ക് പൊതുരംഗത്ത് തിളങ്ങാം, അല്ലാത്തവർ പൊതുരംഗത്ത് കാണും, തിളങ്ങാൻ പറ്റില്ല. സ്വഭാവശുദ്ധി മസ്റ്റാണ്. മദ്യത്തിനെതിരാണ്, ഞാൻ മദ്യത്തിനെതിരാണ്. മദ്യപിക്കുന്നവരുമായി പരമാവധി കൂട്ടുകൂടാറില്ല. അങ്ങനെ ഒഴിവാക്കി ഇപ്പോൾ സൗഹൃദങ്ങൾ പോലും ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇവർ പുനർചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പണ്ടത്തെ കോൺഗ്രസിന് വാർഡ് തലങ്ങൾ, ബൂത്ത് തലങ്ങളിലൊക്കെ കമ്മിറ്റികളും സജീവമായ കമ്മിറ്റികളും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കമ്മിറ്റി ഉണ്ടെന്ന് വാട്സാപ്പിൽ പറഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും ഓടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് കോൺഗ്രസ് നിർവീര്യമായിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഭരണം കിട്ടും, അടുത്ത് ഞങ്ങൾ പഞ്ചായത്ത് പിടിക്കുമെന്നൊക്കെ. പഞ്ചായത്ത് പിടിക്കാൻ ഓടി ഇങ്ങ് വന്ന പഞ്ചായത്തിനകത്ത് അങ്ങനെ ഒന്നും വച്ചിട്ടില്ല പിടിക്കാൻ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുക. നിങ്ങൾ പുനർചിന്തനം ചെയ്യേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കലയപുരം അൻസാരിയെ പോലുള്ള ഒരു രാവണനെ നഷ്ടപ്പെടുത്തിയതിലൂടെ ലങ്ക എന്ന ഒരു രാജ്യത്തെ കൂടി നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. കഴിയുമെന്നുണ്ട്. നന്ദി, നമസ്കാരം.